ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10-ാം അധ്യായം 46-ാം വാക്യം. അവൻ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഫിഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. മക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവർ മാതാപിതാക്കളോട് അത് ശരിയായി ചോദിക്കുന്നു. എന്നാൽ യാചകർ ഫിഷ് ചോദിക്കുമ്പോൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. വീട്ടിലും ബസ് സ്റ്റാൻഡിലും ഭക്ഷണത്തിനായി കേഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ദൈവമകനാണെങ്കിൽ നിങ്ങൾക്ക് അവനോട് ന്യായമായും ചോദിക്കാം. നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാനും ദൈവിക രോഗശാന്തി നേടാനും പ്രാർത്ഥനയിൽ പരിശ്രമിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നേടാനും കഴിയും. നിങ്ങൾ അവന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ അവനോടൊപ്പം ഭക്ഷണം കഴിക്കുക, അവനോട് കൂടെ അപ്പവും മീനും കഴിക്കുക, അവനുമായി ആഴത്തിലുള്ള കൂട്ടായ്മയും ഉണ്ടായിരിക്കുക. ഒരിക്കൽ ഒരു ഗ്രീക്ക് സ്ത്രീ തന്റെ മകളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. അവൾ ദൈവാനുഗ്രഹം ആഗ്രഹിച്ചപ്പോൾ ദൈവമകനാകാനും ക്രിസ്തുവിനെ തന്റെ രക്ഷകനായി സ്വീകരിക്കാനും അവൾ തയ്യാറായില്ല. അതുകൊണ്ടാണ് അവൾ അവനോട് പറഞ്ഞത്, കർത്താവെ, മേശയുടെ താഴെയുള്ള നായ്ക്കൾ പോലും കുട്ടികളുടെ നുറുക്കുകൾ തിന്നുന്നു എന്ന്. ഇത് മർക്കോസ് 7-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. അബ്ബാ പിതാവേ എന്ന് സ്നേഹപൂർവ്വം വിളിക്കാനുള്ള പുത്രത്തിന്റെ ആത്മാവിനെ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവ് തന്നെ നമുക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളും, നിങ്ങൾ അറിയാത്തതും മഹത്തായതുമായ ശക്തമായ കാര്യങ്ങൾ കാണിക്കുമെന്ന്. ഇത് യിരെമ്യാവ് 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം നീ ദൈവമകനാണെന്ന്. ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവന്റെ പേര് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ സ്വർഗീയ കുടുംബത്തിൽ ദൈവപുത്രനാകുന്നു. അവൻ തന്റെ അമ്മയുടെ ഉദരത്തിൽ ഗർഭം ധരിച്ചാലും കർത്താവിനാൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ അവൻ വീണ്ടും ജനിക്കുന്നു. പിന്നെ അവൻ സ്നാനം പെടുമ്പോൾ വെള്ളത്തിൽ നിന്ന് ജനിക്കുന്നു. കർത്താവായ യേശു പറഞ്ഞു, ഏറ്റവും ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ അവൻ സ്വർഗരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന്. ഇത് യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുമ്പോൾ അവൻ ആത്മാവിൽ നിന്ന് ജനിക്കുന്നു. ദൈവപുത്രൻ എന്ന നിലയിൽ എല്ലാ അവകാശങ്ങളും അവന് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അവനെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ എന്റെ മകൻ എന്ന് കർത്താവ് പ്രതികരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കഷ്ടദിവസത്തിൽ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും എന്ന്. ഇത് സങ്കീർത്തനം 50-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ നിന്നെ വിളിക്കും, ഞാൻ അവന് ഉത്തരം അരുളും, കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും എന്ന്. ഇത് സങ്കീർത്തനം 91-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 103-ാം അധ്യായം 13-ാം വാക്യം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനം 119-ാം അധ്യായം 81 മുതൽ 176 വരെയുള്ള വാക്യങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 8-ാം അധ്യായം. ആമേൻ.